നമസ്കാരം. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയും കൂടിയായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. പ്രിയദർശിനി ബസ് സൗജന്യയാത്ര മുതൽ ജെൻസി ജനറേഷൻ വരെ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പ്രതിപാദിപ്പിക്കുകയുണ്ടായി. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആകുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നമ്മളോടൊപ്പം പ്രശസ്ത സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയും സാമ്പത്തിക വിദഗ്ധയും പരിശീലകയുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ കൊച്ചുറാണി ജോസഫ് ഉണ്ട്. നമസ്കാരം മാഡം. ഞാൻ ഈ ചോദിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ കേരളത്തിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? താങ്ക് യു. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യം. കേരളം ഈ മാസം മുഴുവൻ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതെല്ലാം ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ ബഡ്ജറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ബഡ്ജറ്റിനെ കുറിച്ചാണ്. ഈ പ്രൈവറ്റ് ഫിനാൻസും പബ്ലിക് ഫിനാൻസും തമ്മിൽ വലിയ അന്തരമുണ്ട്. സ്വകാര്യ വ്യക്തികൾ വരവനുസരിച്ച് ചെലവിനെ ക്രമീകരിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ചെലവനുസരിച്ചാണ് വരവിനെ ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ ആദ്യം നമ്മുടെ പ്രധാനപ്പെട്ട ചിലവിനങ്ങളാണ് ഇടം പിടിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാർ സമർപ്പിച്ച ഇപ്പോഴത്തെ അവരുടെ കന്നി ബഡ്ജറ്റ് അതൊരു ഇടക്കാല ബഡ്ജറ്റാണ്. അതിനെ സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. സമ്പൂർണ്ണ ബഡ്ജറ്റ് വരുന്നത് മാർച്ച് മാസങ്ങളിലാണ്. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധത്തിൽ ആണ്. ചിലപ്പോഴൊക്കെ ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയിലൊക്കെ ആയിരിക്കും അത് അവതരിപ്പിക്കുന്നത്. മാർച്ച് മാസം ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ആ ബഡ്ജറ്റും ഈ ബഡ്ജറ്റും തമ്മിൽ, വ്യക്തിപരമായ ബഡ്ജറ്റും സർക്കാർ ബഡ്ജറ്റും തമ്മിൽ അതുകൊണ്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇത്തവണത്തെ ശ്രീ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും ഒരു ധവളപത്രത്തെ ബേസ് ചെയ്തിട്ടാണ്, വൈറ്റ് പേപ്പർ. ഈ വൈറ്റ് പേപ്പർ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു ഫിനാൻഷ്യൽ ചെക്കപ്പാണ്. കേരളം വലിയൊരു കടക്കണിയിലാണെന്ന് പറയുന്നത്. യെസ്. കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ചെക്കപ്പ് നടത്തി അതിൻ്റെ ഒരു പ്രോപ്പർ ഡയഗ്നോസിസ്, നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദെൻ വി നീഡ് എ മച്യൂർ പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പും ഡയഗ്നോസിസും പ്രിസ്ക്രിപ്ഷൻ ഫിനാൻസ് രംഗത്ത്, അതാണ് ബഡ്ജറ്റ്. യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഇപ്പോൾ നേരിടുന്ന, അതായത് ഒരു 5 നമ്മൾ കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 5.07 ലക്ഷം കോടി കടത്തിലാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിലെ കുടുംബങ്ങളും വ്യക്തികളും സാമ്പത്തികമായിട്ട് ഈ നാളുകളിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളം കടത്തിലാണ്. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും ചെലവഴിക്കുന്നത് ശമ്പളം, പെൻഷൻ, പലിശ ഈ ഇനങ്ങളിലാണ്. 77% ഇതിന് തന്നെ മാറ്റിവെക്കുന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ 20.9% കൊടുക്കുന്നത് പലിശയ്ക്ക് വേണ്ടിയാണ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഒരാളുടെ വരുമാനത്തിൽ 20% പലിശ അടയ്ക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കേരളം നേരിടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ബഡ്ജറ്റിനെ വായിച്ചെടുക്കേണ്ടത്. ഇതിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റും? കേരള എക്കോണമി ഇതിൽ നിന്ന് കരകയറണം. കാരണം കേരളം രക്ഷപ്പെടണമല്ലോ. അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. ഏതൊരു മലയാളിയുടെയും ഗ്രഹാതുരത്വമാണ് കേരളം എന്ന് പറയുന്നത്. വിദേശത്ത് പോയ മലയാളികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് നോക്കുന്ന എൻ്റെ കേരളം, നമ്മുടെ കേരളം. അപ്പോൾ കേരളം രക്ഷപ്പെടണം. അപ്പോൾ അതിന് സഹായകമായ ചില കാര്യങ്ങളൊക്കെയാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളം ഇത്രയും വലിയ സാമ്പത്തിക കടത്തിലാണെന്ന് പറയുമ്പോഴും പ്രിയദർശിനി പോലത്തെ ഒരു സൗജന്യ ബസ് യാത്രയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും? അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ഒരു 6ഓളം സൗജന്യവും അല്ലെങ്കിൽ 6 ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്വകാര്യ നിക്ഷേപങ്ങൾ ലാഭത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ സർക്കാർ നിക്ഷേപങ്ങൾ ക്ഷേമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്ഷേമം, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഒരു എക്കോണമിയുടെ ഒരു പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ.
അങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പ്രിയദർശിനി, ഈ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഒക്കെ വായിച്ചെടുക്കേണ്ടത്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയുടെ ഡിഗ്നിറ്റി ഉയർത്തുക. അത് ക്ഷേമത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. സ്ത്രീയുടെ ഡിഗ്നിറ്റി, മാന്യത, അന്തസ് സമൂഹത്തിൽ ഉയർത്തുക എന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ടും ഗുണകരമായി വരുന്നത് കേരളത്തിലെ താഴേക്കടയിലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കാണ്. ഞാൻ ഓർക്കുന്നു, ഞാനൊരു പരസ്യം ശ്രദ്ധിച്ചു ഇലക്ഷൻ സമയത്ത്. ശ്രദ്ധിക്കാൻ കാരണം പരസ്യത്തിൻ്റെ മോഡൽ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, പരസ്യ സംവിധായകനും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പരസ്യം ശ്രദ്ധിച്ചത്. ആ പരസ്യത്തിൽ ഒരു സ്ത്രീ ചെന്ന് മറ്റൊരു സ്ത്രീയോട്, ഒരു ഓഫീസ് കോണ്ടെക്സ്റ്റാണ്, ഒരു സ്ത്രീ ചെന്ന് മറ്റൊരു സ്ത്രീയോട് പറയുകയാണ്, അടുത്ത മാസം വരെയും ഞാനും ചിട്ടിയിൽ കൂടാൻ കിട്ടും. ഉടനെ ഈ സ്ത്രീ തിരിച്ചു വെച്ചാൽ അതെന്താ അടുത്ത മാസം നിനക്ക് ഇൻക്രിമെൻറ്റ് കിട്ടുമോ? ഉടനെ ഇവൾ പറയണം, അല്ല, എനിക്ക് ഡെയിലി 13 രൂപ മുതൽ 26 രൂപ അപ്പ് ആൻഡ് ഡൗൺ ലാഭം കിട്ടും. ആഴ്ചയിൽ അത് ഏതാണ്ട് ഒരു 600 രൂപയോളം കിട്ടും, 600-ലധികം, അങ്ങനെ മാസം ഇത്ര കിട്ടും. അപ്പോൾ അതിൽ നിന്നൊരു 500 രൂപ ഞാനും ചിട്ടിയിൽ കൂടാൻ കിട്ടും. ഇങ്ങനെ മാന്യമായ രീതിയിൽ ഈ ലാഭത്തെ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നിസ്സാരമെന്നല്ല, ചിലർക്കൊക്കെ ഇതിലും കൂടുതൽ പൈസ ഉണ്ട് കേട്ടോ, ഇത് മിനിമം ടിക്കറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതിന് പ്രൊഡക്റ്റീവ് ചാനൽസ് നമ്മൾ പറയും, ഉൽപ്പാദനക്ഷമകരമായ ചാനലിലൂടെ അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ക്ഷേമത്തെ ബാധിക്കും, അല്ലേ? സ്ത്രീകളുടെ ക്ഷേമം. സ്ത്രീകളെ എന്നും ബെനഫിഷ്യറി ആയിട്ട് ഇരുത്താതെ, ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗുണഭോക്താവിൻ്റെ തലത്തിൽ നിർത്താതെ ഒരു കോൺട്രിബ്യൂട്ടറി തലത്തിലേക്ക് സംഭാവന ചെയ്യാൻ തക്ക വിധത്തിലേക്കുള്ള അവളുടെ വളർച്ചയെയാണ് നമ്മൾ എംപവർമെൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്, ശക്തീകരണം. സ്ത്രീ ശക്തീകരണം എന്നുള്ള വാക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്യുപ്പിംഗ് വിമൻ ടു ഗോ ഫ്രം എ സ്റ്റേജ് ഓഫ് ബെനഫിഷ്യറി ടു എ സ്റ്റേറ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറി. അങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിനെയൊക്കെ വായിച്ചെടുക്കാൻ. അല്ലാണ്ട് KSRTC നഷ്ടത്തിലായി, അയ്യോ KSRTC ഇപ്പം തന്നെ പൊളിഞ്ഞിരിക്കുന്ന കപ്പലാണ്, ഇനി ഇത് എന്ത് ചെയ്യും എന്നൊക്കെയല്ല, മറിച്ച് ഇതിന് എങ്ങനെ ബദൽ സംവിധാനം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ VD സർക്കാർ ഈ ബഡ്ജറ്റിൽ 600 കോടി രൂപ KSRTCക്ക് അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ എല്ലാവരും കൂടി സർക്കാർ ബസ്സിൽ കയറിപ്പോയി കഴിഞ്ഞാൽ സ്വകാര്യ ബസ് എന്ത് ചെയ്യും? ബസ് ഓടിക്കുന്നവരെന്ത് ചെയ്യും? ബസ് ഓടിക്കുന്നവൻ്റെ ലാഭം പോയിട്ട് നഷ്ടം, അല്ലേ? ബസ്സുകളൊക്കെ നിരത്തിൽ ഇറങ്ങാൻ പറ്റാതാകും. അതുകൊണ്ട് തന്നെ ഈ ഇത്തവണത്തെ ബഡ്ജറ്റിൽ അവരടയ്ക്കേണ്ട ടാക്സിന് പകുതിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഇത് പെട്ടെന്നല്ല. ഇപ്പോൾ പകുതിയാക്കി കൊടുത്തത് കൊണ്ട് അവരുടെ എല്ലാം പ്രശ്നം തീരുമെന്നല്ല, മറിച്ച് ഒരു വശം ഒരു കൺസിഡറേഷൻ, കറക്റ്റ് വേർഡ് അതാണ്, ഒരു കൺസിഡറേഷൻ കൊടുത്തു. പിന്നെ ഡെന്നി പറഞ്ഞാൽ കറക്റ്റ് വേർഡ്, സർക്കാർ അവരെയും കൂടി പരിഗണിച്ചു എന്നുള്ളതാണ്. അതൊന്നും ആയിട്ടില്ല, എന്നാൽ ഇനിയും കടമ്പകൾ ഏറെ കിടപ്പുണ്ട്. ഇതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരെണ്ണമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കുന്നു. അത് ആർക്കാണ് കിട്ടുന്നത്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നത് നോക്കണം, സീനിയറായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവർ, വിധവകൾ, ഇങ്ങനെയുള്ളവർക്ക്, തൊഴിലില്ലാത്തവർക്കൊക്കെ കിട്ടുന്ന പെൻഷനെ കുറിച്ചാണ്. അപ്പോൾ സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിലാണ് ഒരു ബജറ്റിൻ്റെ മാഹാത്മ്യം അടങ്ങിയിരിക്കുന്നത്. ഉന്നതത്തിൽ നിൽക്കുന്ന കോടീശ്വരന്മാർക്ക് എന്ത് ചെയ്തു എന്നതിനേക്കാൾ അപ്പുറം അവിടെയാണ് ക്ഷേമം എന്നുള്ള വാക്ക് വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ പബ്ലിക് സെക്ടർ എന്ന ക്ഷേമത്തിൽ, അതുകൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഗ്യാരണ്ടി എല്ലാം വന്ന് ഇത്രയും ആനുകൂല്യങ്ങൾ വന്നപ്പോഴത്തേക്കും കേരളത്തിൻ്റെ പൊതു ഖജനാവിനോട് വളരെ സ്നേഹമുള്ള ഒരു ജനത ഉയരുകയാണ്. KSRTCയോട് ഒരിക്കലും ഇല്ലാത്ത പോലെ സ്നേഹം. എനിക്ക് ചിരി വന്നു, ഒരിക്കലും ഇല്ലാത്ത. അതിൻ്റെയൊക്കെ പിന്നിൽ ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. സർക്കാർ ഊന്നൽ കൊടുക്കേണ്ടത് ക്ഷേമത്തിനാണ്, ലാഭത്തിനല്ല. അതുകൊണ്ട് KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം വേറൊരു സെക്ടർ, വേറൊരു പബ്ലിക് സെക്ടറിലൂടെ, വേറൊരു ആനുകൂല്യത്തിലൂടെ നേടണം. വിദേശത്തെ പല രാജ്യങ്ങളും, നമ്മൾ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ എല്ലാവർക്കും പൊതുഗതാഗതം സൗജന്യമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഉടനെ നടക്കണമെന്നല്ല, പതുക്കെ ഇത് കുട്ടികൾക്ക് സൗജന്യമാക്കണം, കുറച്ചുകൂടി കഴിയുമ്പോൾ സീനിയർ സിറ്റിസൺസിന് സൗജന്യമാക്കണം, പതുക്കെ എല്ലാവർക്കും. കാരണം ഗതാഗതം പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ വരേണ്ടത്. തീർച്ചയായും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഇത്തവണത്തെ ബഡ്ജറ്റിൽ 4 മേഖലകളിലാണ് പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഊന്നൽ മിഷൻ സമുദ്ര എന്നുള്ളൊരു സ്ഥാനമാണ്. മിഷൻ സമുദ്ര എന്ന് പറഞ്ഞ അർത്ഥം കേരളം തുറമുഖങ്ങളാൽ, കടലിനാൽ സമ്പന്നമാണ്. ഇന്ന് വരെ ഇപ്പം ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഒരു എക്കണോമിക്സ് പ്രൊഫസർ എന്നുള്ള നിലയിൽ ഞാനൊക്കെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, കേരളം ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ടൂറിസം വഴിയും ആയുർവേദം വഴിയും ആയിരിക്കുമെന്ന്.
കുറച്ച് രക്ഷപ്പെട്ടത് ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് വഴിയാണ്. ഇവിടുത്തെ ജനങ്ങൾ പല രാജ്യങ്ങളിലോട്ടും പോയി ഇങ്ങോട്ടേക്ക് അയച്ച ക്യാപിറ്റൽ ആൻഡ് മണി ഫ്ലോ കൊണ്ടാണ് കുറേ രക്ഷപ്പെട്ടത്. ഇനി രക്ഷപ്പെടേണ്ടത് ഇവിടുത്തെ ടൂറിസം. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വിദേശ രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില തടാകങ്ങളെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല മനോഹരമായ തടാകങ്ങൾ നാച്ചുറലായിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ആ ടൂറിസം ആയുർവേദത്തിന് അപ്പുറം BD സർക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തത് തുറമുഖങ്ങളെയാണ്. പോർട്ട്, അതുകൊണ്ട് മിഷൻ സമുദ്ര എന്ന് പറഞ്ഞൊരു 400 കോടി രൂപ അതിന് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ഈ ഏവിയേഷൻ രംഗത്തോ അല്ലെങ്കിൽ പോർട്ട് വിഴിഞ്ഞത്തൊരു ഷിപ്പ് യാർഡ് വരണം, ചില മറ്റു രീതിയിലുള്ള ചില ഏവിയേഷൻ പ്രോജക്റ്റുകൾ വരണം. അങ്ങനെ കടൽ വഴിയുള്ള ഗതാഗതം, പോർട്ടുകളൊക്കെ നിരവധി വരിക എന്ന് പറയുമ്പോൾ കടൽ വഴിയുള്ള ബിസിനസ്സും വളരുകയാണ്. ഒരു ദീർഘകാല ഇൻവെസ്റ്റ്മെന്റും. യെസ്, കറക്റ്റ്. ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ദീർഘകാലമാണ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടുന്ന കാര്യമാണ്. ഇന്ന് മുടക്കി നാളെ എന്ത് ലാഭം കിട്ടുമെന്നാണ് സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുകൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയല്ല. വിദ്യാഭ്യാസം തന്നെ എടുത്തു വയ്ക്കും. ഒരു കൊച്ചിനെ 15 വർഷം പഠിപ്പിച്ചു കഴിയുമ്പോഴാണ് ആ കൊച്ചു എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആകുന്നത്. ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ, ഇന്ന് മുടക്കി നാളെ കിട്ടുന്നില്ല. അപ്പോൾ ഈ മിഷൻ സമുദ്രയൊക്കെ ഒരു ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് ആണ്. രണ്ടാമത് കോൺസെൻട്രേറ്റ് ചെയ്തത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം കുറേ കൂടി വിന്യസിപ്പിച്ചില്ലെങ്കിൽ പുറത്തോട്ടുള്ള കുട്ടികളുടെ ഒഴുക്ക് കൂടും. ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ ധാരാളമായി പുറത്തോട്ട് പോകുന്നതുകൊണ്ട് ഇവിടുത്തെ സർവകലാശാലകളിലും കോളേജുകളിലും ഒക്കെ എണ്ണം കുറയുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പഠിച്ചിട്ട് എന്തിനാ, ഇവിടെ പഠിച്ചിട്ട് ജോലി കിട്ടത്തില്ല, ജോലി ഇങ്ങനെ ജീവിക്കണമല്ലോ. അന്തസ്സോടെയുള്ള ജീവിതം എല്ലാവരുടെ അവകാശമാണ്. ഞാൻ പറയാം, ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ഈസ് ദ റൈറ്റ് ഓഫ് എവരി സിറ്റിസൺസ്. അന്തസ്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അവകാശമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് രക്ഷയില്ല, അതുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് നമ്മൾ കോഴ്സുകൾ റീസ്ട്രക്ചർ ചെയ്യണം. ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുന്ന് പഠിക്കാനായിട്ട് പുറത്തോട്ട് പോകുന്ന കുട്ടികളൊന്നും ഹാർവാർഡിലോ ഓക്സ്ഫോർഡിലോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ അല്ല പഠിക്കുന്നത്. അവരെല്ലാം അവിടെ കാണുന്ന കൊച്ചു യൂണിവേഴ്സിറ്റിയിൽ, അതിനേക്കാൾ നല്ല യൂണിവേഴ്സിറ്റികൾ ഇവിടെയുണ്ട്, അവിടെയാണ് പോകുന്നത്. അപ്പോൾ അവർ പറയും അതോടൊപ്പം സ്കോളർഷിപ്പ് കിട്ടുന്നു, അതോടൊപ്പം വർക്ക് പെർമിറ്റ് കിട്ടുന്നു, അതിന് പഠിക്കാനുള്ള കാശുണ്ടാക്കാം, ഇത് പഠിച്ചിറങ്ങിയ ഉടനെ ജോലി കിട്ടും. ഇതൊക്കെ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങൾ ഒരു 20% പേർക്ക് സാധിച്ചിട്ടുണ്ട്. പോയ 80% പേരും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല. അവർ ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഊന്നൽ കൊടുത്തത് ഇവിടുത്തെ റീസ്ട്രക്ചറിങ് ആണ്. അതായത് ഇപ്പം ഞാൻ എക്കണോമിക്സ് ആണല്ലോ, ഇപ്പോൾ എക്കണോമിക്സിൽ തന്നെ എക്കണോമെട്രിക്സ്, ഡിജിറ്റൽ അനലിറ്റിക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല കോഴ്സുകളുടെ വിന്യാസമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകുന്നവർ എത്ര ലക്ഷം രൂപയാണ് കടമെടുത്തേണ്ടി പോണത്. അപ്പോൾ അവർ പലരും അവിടെ നിൽക്കുന്നത് ഈ കടം വീട്ടാൻ വേണ്ടിയാണ്. 12 ലക്ഷം മുതൽ 45-60 ലക്ഷം വരെ കടമെടുത്തിട്ടാണ് ഓരോരുത്തരും വന്നത്. അതും 13% പലിശയ്ക്കാന്നും കൂടി ഓർക്കണമേ പല ബാങ്കുകളിൽ. അപ്പോൾ ഇങ്ങനെ പുറത്തു പോകുന്നവർ പിന്നെ തിരിച്ചു വരാത്ത അവിടെ പെട്ടുപോണത് നാട്ടിലെ കടം വീട്ടണം, ഇതിനിടയിൽ അവിടുത്തെ ജീവിക്കാനുള്ള കാശ് ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ EMI അവിടെ അടയ്ക്കണം. നമ്മൾ വിചാരിക്കണ പോലെ അല്ല, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ചയെന്ന് തോന്നുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ചെന്ന് അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മളൊന്ന് ഒപ്പിയെടുക്കണം. ഞാൻ പലപ്പോഴും വിദേശ രാജ്യത്ത് പോകുമ്പോൾ, പല കോൺഫറൻസിനായിട്ടൊക്കെ പോകുമ്പോൾ, ഞാൻ ഒരിക്കലും അവർ വരുന്ന ഹോട്ടൽ അക്കോമഡേഷൻ എടുക്കാറില്ല, മറിച്ച് മലയാളി കുടുംബങ്ങളുടെ കൂടെ പോയി താമസിക്കും. എൻ്റെ എക്കണോമിക്സ് പഠിക്കാനാട്ടോ, എനിക്ക് അവരുടെ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്തോരം സ്ട്രഗിളിലൂടെ അവർ കടന്നു പോകുന്നത്, എത്രത്തോളം ബുദ്ധിമുട്ടി അവരിവിടെ അവിടുന്ന് കിട്ടുന്ന ഡോളറോ യൂറോയോ ഇവിടെ കൊണ്ടുവന്ന് രൂപയാക്കുമ്പോൾ, ഇത്രയും ഡോളർ ഇവിടെ വരുമ്പോൾ ഇത്രയും രൂപയാകുമ്പോൾ അതിവിടെ ഇങ്ങനെ ചെതറുമ്പോൾ എല്ലാവരുടെയും വിചാരം ഇവരുടെ ഭയങ്കര കാശാണ്. അവരിവിടെ വന്നൊരു റെൻ്റ് കാറും എടുത്ത്, മനസ്സിലായോ, ഇങ്ങനെ ഇപ്പോൾ സത്യത്തിൽ അങ്ങനെയല്ല അവരുടെ ജീവിതം. എല്ലാവരുടെയും അല്ല, ഞാൻ 20% അല്ല കേട്ടോ, മജോറിറ്റി ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് BD സർക്കാരിൻ്റെ രണ്ടാമത്തെ ഊന്നൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിൽ ആയിരുന്നു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞൊരു സിൽവർ എക്കോണമിയെ കുറിച്ചാണ്. അതിനെ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, വയോജനങ്ങളെ കുറിച്ചാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇപ്രാവശ്യം ഉണ്ട് അല്ലേ. ഡിപ്പാർട്ട്മെന്റും തുടങ്ങുന്നു, ഒരു കമ്മീഷൻ വരുന്നു എന്നൊക്കെ അല്ലെ, ഒരു മന്ത്രി വരുന്നു, ഇങ്ങനെയൊക്കെയാണ് പ്രൊമിസ്. സോ സിൽവർ എക്കോണമി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ വാക്കൊക്കെ ആദ്യമായിട്ടൊരു ബഡ്ജറ്റിൽ കയറി പിടിക്കുന്നത്. അപ്പം സാധാരണ ബഡ്ജറ്റുകളിലൊക്കെ ഏതെങ്കിലും കവികളുടെ കവിതാശകലങ്ങളോ അങ്ങനത്തെയൊക്കെയാണ്. ഇത്തവണ അതൊന്നുമില്ല. ഫാക്ട് ഈസ് ഫാക്ട്, ദിസ് ഈസ് ദ തിങ്, ഇങ്ങനെ ഈ രീതിയിലാണ്. അപ്പം ഈ സിൽവർ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾഡ് ഏജ് ഹോം എന്നുള്ള വാക്ക് മാറിയിട്ട് സീനിയർ അസിസ്റ്റഡ് ലിവിങ്, പുതിയ വീടുകൾ തന്നെ. സീനിയേഴ്സിൻ്റെ ആ വാക്കൊക്കെ പഴഞ്ചനാണ്, അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ മാറ്റി സീനിയർ ലിവിങ്.
അപ്പോൾ അന്തസ്സോടെ അവരെയും ജീവിപ്പിക്കണം. അതിന് അവർക്ക് ആവശ്യമായ കെയർ ഹോംസ്. സത്യത്തിൽ ഇവിടെ നിന്ന് പോകുന്നവരെല്ലാവരും അവരുദ്ദേശിച്ചതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലെയോ എന്നുള്ള വൈറ്റ് കോളർ ജോബുകളിലല്ലല്ലോ, എല്ലാവരും തന്നെ കെയർ ഹോംസിൽ തന്നെയാണ്. അപ്പം വി.ഡി. സതീശ സർക്കാരിൻ്റെ ഇത്തവണത്തെ കന്നി ബഡ്ജറ്റിൽ കെയർ ഗിവേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക എന്നൊരു വാക്കുണ്ട്, കെയർ ഗിവേഴ്സ്. അതുകൊണ്ട് ഇവിടെ തന്നെ കെയർ ഗിവേഴ്സിനെ ഉണ്ടാക്കുകയും പല സ്ഥലങ്ങളിൽ ധാരാളം സീനിയർ ലിവിങ് അസിസ്റ്റൻസ് വരികയും ചെയ്തു കഴിഞ്ഞാൽ, കാരണം സീനിയേഴ്സിൻ്റെ എണ്ണം കൂടുകയാണല്ലോ, വൃദ്ധരുടെ എണ്ണം നാട്ടിൽ കൂടുകയാണ്, മക്കളില്ല, മക്കളും എല്ലായിടത്തുമാണ്, എല്ലാ രാജ്യത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നീഡ് ഓഫ് ദി അവറാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നാലാമത്തെ ഒരു തല ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, നിക്ഷേപ സൗഹൃദമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം നിക്ഷേപമുണ്ടെങ്കിലേ സംരംഭകൻ ഉണ്ടാവുകയുള്ളൂ. സംരംഭകത്വമാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. എക്കണോമിക്സിൽ ഞങ്ങൾ പറയുന്നത് ഓണ്ടർപ്രണർ ഈസ് ദ ഹീറോ ഇൻ ദ ഡ്രാമ ഓഫ് ഡെവലപ്മെൻ്റ് എന്ന്. വികസനം എന്ന നാടകത്തിൻ്റെ നായകൻ സംരംഭകനാണ്. അപ്പോൾ സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കണം. ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ പണം വേണം, അല്ലേ? ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ വേണം. അതുകൊണ്ട് നെടുമ്പാശ്ശേരിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺവെൻഷൻ സെൻറ്റർ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എല്ലാ തരത്തിൽപ്പെട്ടവർക്ക്. ശരിയാണ്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുന്നു, ഡെവലപ്മെൻറ്റ് കൂടുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭാരം ചുമത്തുന്നത് ജനങ്ങളിലേക്കാണോ? മുഖ്യമന്ത്രിയുടെ ഒരു എന്താ പറയുക, സരസമായൊരു ഒരു വാക്ക് ഉണ്ടായിരുന്നു, പൂമ്പാറ്റ പൂവിൽ നിന്നും തേൻ കുടിക്കുന്നത് പോലെ ടാക്സ് കളക്ട് ചെയ്യണം എന്നാണ് പറയാം. അപ്പോൾ അതേപോലെ ജനങ്ങളിൽ നിന്ന് ടാക്സ് അമിതമായിട്ട് പിരിച്ചിട്ടാണോ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നുണ്ട്? സത്യത്തിൽ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളെ പിഴിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വലിയ പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഒരു പക്ഷേ കേരളം കടന്നു പോണ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കന്നി ബഡ്ജറ്റിൽ ടാക്സിനെ കുറിച്ചുകൂടി, നികുതിയെക്കുറിച്ച് കൂടി അമിതമായ ഭാരപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചു കാണും. ഒരുപക്ഷെ അടുത്ത സമ്പൂർണ്ണ ബഡ്ജറ്റ് വരുമ്പോൾ, ഇതൊരു ഇടക്കാല ബഡ്ജറ്റാണല്ലോ, സമ്പൂർണ്ണ ബഡ്ജറ്റ് വരുമ്പോൾ ഇതിനൊക്കെയുള്ള പൈസ എങ്ങനെ റേസ് ചെയ്യാം, ടാക്സിലൂടെയാണ്, ഏത് രീതിയിലാണോ. എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, നമ്മൾ ധാരാളം പദ്ധതികൾ മുന്നോട്ടിടുമ്പോൾ ഈ പദ്ധതികൾ നടപ്പിലാകണമെങ്കിൽ വരുമാനം വേണം. പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു, വരുമാനത്തിൽ രണ്ട് മാർഗ്ഗങ്ങളാണ് ഉള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്ന് പറയും. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സാണ്, ഇൻകം ടാക്സ്. അപ്പോൾ വരുമാനമുള്ളവരുടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വീതമാണ് കിട്ടുന്നത്. അപ്പോൾ വരുമാനം സുതാര്യമാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ വരുമാനം കൃത്യമായിട്ടുണ്ട്, കാരണം കൃത്യമായ രേഖകളിലാണല്ലോ അതുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടാക്സ് കൃത്യമായി പോകുന്നുണ്ട്. അതേസമയം ഇങ്ങനെ കൃത്യമായ രേഖകളില്ലാത്ത വരുമാന സ്രോതസ്സുകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ബിസിനസ് ഫീൽഡാകാം, മറ്റ് ചില രംഗങ്ങളാകാം, അവിടെയൊക്കെ കൃത്യമായ ടാക്സ് പിരിക്കുക എന്നുള്ളതിൻ്റെ സുതാര്യതയാണ് ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തത് പരോക്ഷ നികുതി. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ സെയിൽസ് ടാക്സ് പോലുള്ള നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്, അല്ലേ? വരുമാനം ഇല്ലാത്ത കൊച്ചുകുട്ടി മുതൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. അവർ മേടിക്കുന്ന ഏതൊരു സാധനത്തിന്മേലും ടാക്സ് ഉണ്ട്. ഒരു സിനിമ ടിക്കറ്റ് എടുത്താൽ അതിൽ ടാക്സ് ഉണ്ട്, എല്ലാത്തിനും ടാക്സ് ഉണ്ട്. അതാണ് നമ്മൾ പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത്. ഈ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഭാഗമാണ് GST. അപ്പോൾ GST കൃത്യമായി പിരിച്ചെടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ വെല്ലുവിളിയാണ്. കാരണം ബില്ല് എഴുതിയാൽ GST ഉണ്ട്, ബില്ല് എഴുതാതെ സർക്കാരിനെ പറ്റിച്ചാൽ സർക്കാരിൻ്റെ വരുമാനം പോകുന്നു. അപ്പോൾ ഈ മേഖലകളിലെല്ലാം ഒരു പേഴ്സണൽ സിവിക് കോൺഷ്യസ്നെസ് എന്ന് ഞാൻ പറയും, അതായത് പൗരബോധം എന്നൊക്കെ നമ്മൾ പറയും, പൗരബോധം. കഴിഞ്ഞ ദിവസം ഏതോ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറയാൻ ഇതിനൊക്കെ ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് ചോദിച്ചു. ഈ നമ്മുടെ കേരളം രക്ഷപ്പെടുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്താണ്? ഏറ്റവും വലിയ തടസ്സം കേരളത്തോട് സ്നേഹമുള്ള ഒരു പൗരബോധമുള്ള ജനാവലി ഇവിടെ ഉയർന്നു വരിക എന്ന് പറയുന്നത്. അതായത് ഒരു ക്രെഡിബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, വാക്കുകളൊക്കെ പറയാൻ നല്ലതാണ്. ഇതെല്ലാം ഉള്ളൊരു ജനത വളർന്നു വരിക. അതായത് എൻ്റെ മക്കളെ അവിടെ UK പോകണം, ഇവിടെ US പോകണം, എൻ്റെ മക്കളെ വിദേശത്ത് വിടണം. കേരളത്തോട് സ്നേഹമില്ല. 12ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ കേരളം വേണ്ട, ഇന്ത്യ വേണ്ട എന്ന് പറയുന്നവരോട് നീ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? വാട്ട് ഹാവ് യു കോൺട്രിബ്യൂട്ടഡ് ടു കേരള എക്കോണമി? 15 വർഷം നിന്നെ ഇവിടെ സർക്കാർ പഠിപ്പിച്ചു, എന്ത് കൊടുത്തു? ഒരു MBBS പഠിച്ചു, 4-5 വർഷം ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി പഠിച്ചു, എന്ത് തിരിച്ചു കൊടുത്തു? ഉടനെ വ്യക്തിപരമായി ചിന്തിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടണം.
ആ സങ്കുചിതത്വമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി ഞാൻ കാണുന്നത്. ഇതിനെ സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയാം, നമുക്ക് പൗരബോധം എന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ കേരളത്തോട് എനിക്കെന്ന് സ്നേഹമുണ്ടാകുന്നു, എൻ്റെ കുടുംബത്തിന്. പലപ്പോഴും എൻ്റെ തടസ്സം മാതാപിതാക്കളും കൂടിയാണ് കേട്ടോ, മാതാപിതാക്കളും കൂടിയാണ്. എവിടെയെങ്കിലും പേര് രക്ഷപ്പെടാനാണ് പറയണത്, ഇവിടെ നിൽക്കേണ്ടെന്ന് പറയുന്നത്. അപ്പം ആൾക്കാർക്കും ഉണ്ട് എങ്ങനെയെങ്കിലും പേര് രക്ഷപ്പെടണം. പക്ഷേ ലോകത്തിൽ എവിടെയായിരുന്നാലും ജീവിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേരളം. വെറുതെയല്ല കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ വിളിക്കുന്നത്. ലോകം മുഴുവൻ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെ മെച്ചപ്പെടേണ്ട ഒത്തിരി മേഖലകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മേഖല ഈ പൗരബോധമാണ്. ഇത് വളർന്നാൽ തന്നെ കേരളത്തിൽ നമ്മൾ സുതാര്യമായ ടാക്സ് സ്ട്രക്ചർ വരും. അതായത് ചില രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 50% വരെ ടാക്സ് കൊടുക്കുന്നവരുണ്ട്. കൊടുക്കണം, കമ്പൽസറിയാണ്. പക്ഷെ ഇവിടെയൊന്നും അത്ര ഇല്ല. കാരണം അപ്പോൾ ആ ടാക്സബിൾ കപ്പാസിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ ടാക്സബിൾ കപ്പാസിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ ടാക്സബിൾ കപ്പാസിറ്റിയുള്ള ജനതയെ വളർത്തിയെടുക്കാനാണ് ഇവിടുത്തെ ബിസിനസ് ലോകവും ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകവും ഇവിടുത്തെ പബ്ലിക് സെക്ടറൊക്കെ ശ്രമിക്കുന്നത്. പബ്ലിക് സെക്ടർ ക്ഷേമത്തിനാണെന്നുള്ളൊരു ചിന്ത ആർക്കും അറിയത്തില്ല. ഇത് ക്ഷേമത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് സെക്ടറിൽ തന്നെ ഉണ്ടാകുന്ന നഷ്ടം, ചില മേഖലകളിൽ ഉണ്ടാകുന്ന നഷ്ടം മറ്റു പല മേഖലകളുടെ ലാഭമായിട്ട് മാറുകയാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിൽ ഓടണമെന്നൊന്നും പറയാൻ പറ്റിയല്ല, കാരണം അവിടെ ക്ഷേമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്നാൽ സ്വകാര്യ ഇടപാടുകളെല്ലാം ലാഭത്തിനാണ്. അതിന് നമ്മൾ പറയും, ഇക്കണോമിക്സിൽ ഞങ്ങൾ പറയും പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് എന്ന പ്രോഫിറ്റ് ഡ്രിവൺ ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റേത് പ്രോഫിറ്റ് ഇല്ല, നഷ്ടത്തിലോടുന്നുണ്ട്. പക്ഷെ അത് ആവശ്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ KSRTCനെയൊക്കെ വായിച്ചെടുക്കേണ്ടത് കേട്ടോ. എന്ന് വെച്ചാൽ KSRTC എന്നും നഷ്ടത്തിലോടണം എന്നല്ല, ബദൽ സംവിധാനങ്ങളുണ്ടായി രക്ഷപ്പെടണം. തീർച്ചയായും എല്ലാ പൊതുമേഖലയും രക്ഷപ്പെടണം. തീർച്ചയായും. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് ഇത്രയും ലളിതമായിട്ട് വിശദീകരിച്ച് തന്നത് വളരെ വ്യക്തമായിട്ടും ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നു. അതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സമ്പത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി.